ടൈം ബസ്സിൽ 785 റുപ്പീസിൻ്റെ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ എൻ്റെ റെഫറൽ ആയിട്ടുള്ള ഒരു ആൾക്കിത് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ അവിടെ റെഫറൽ എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. റെഫറൽ എന്നുള്ള ഓപ്ഷനിൽ വന്ന ശേഷം ഇവിടെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ കൂടെ കാണാൻ സാധിക്കുന്നതാണ് $9, അതായത് $9 ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. 10 സെൻറ്റും കിട്ടിയത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ $9 10 സെൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 785 റുപ്പീസിനടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ അത് മൈ ചിപ്പ് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുകയാണ്. അപ്പം അദ്ദേഹം വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് $9 അതുപോലെ 10 സെൻറ്റ് ഇവിടെ കിട്ടി കാണാൻ സാധിക്കുന്നതാണ്. ഇത് മൈ ചിപ്പ് എന്ന് പറയുന്ന ഓഫർ വാളിനകത്ത് വന്ന ഒരു ഗെയിമാണ്. അപ്പോൾ മൈ ചിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അപ്പോൾ തന്നെ നമ്മൾ ഏത് ഗെയിമാണോ അതിൻ്റെ ഏത് ലെവലെത്തിയോ ആ ലെവലിൻ്റെ അപ്പോൾ തന്നെ നമുക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഡിലേ ഒന്നും സാധാരണ മൈ ചിപ്പിനകത്ത് വരാറില്ല. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഇതിനകത്ത് മെർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഗെയിംസിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എമൗണ്ട് കിട്ടുന്നതും. അതുപോലെ അത്ര ടഫായിട്ടുള്ള ഗെയിമല്ല. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് 30 ഡേയ്സ് ഒക്കെ മിക്കപ്പോഴും കിട്ടുന്നതായിരിക്കും. അതിനുള്ളിൽ തന്നെ ആ ലെവൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് $9 കിട്ടുമ്പോൾ നമുക്ക് ലീഡർ ബോർഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലാഡറിനകത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് നമുക്ക് ഡോളേഴ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ മൈ ചിപ്പ് പോലത്തെ ഇതൊക്കെ നോക്കുക. അതുപോലെ തന്നെ പ്ലേഫുൾ എന്ന് പറയുന്ന ഒരു ഓഫർ വാൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതും നല്ല ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടായിരുന്നു. $2 മുകളിലുള്ള ഓഫേഴ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ മൈ ചിപ്പിനകത്തും ഇതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ഗെയിംസ് വരുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ഓപ്പണാക്കി നോക്കുക. ഓപ്പണാക്കി നോക്കി പുതിയ ഗെയിം വരാൻ നേരത്ത് ജസ്റ്റ് നിങ്ങൾ നോക്കുക. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമെന്നാണ്. ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.